നായന്മാർ വളരെ അടുത്ത കാലത്തായി പറഞ്ഞു വരുന്ന ഒരു കഥയാണ്. തിരുവിതാംകൂർ രാജകുടുംബം എന്ന് പറയുന്ന നായന്മാർ ആണ് എന്ന്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. തിരുവിതാംകൂറിലെ ഒരു ഭരണാധികാരിയും നായന്മാർ ആയിരുന്നിട്ടില്ല. എന്നാൽ തിരുവിതാംകൂറിലെ രാജാക്കന്മാരിൽ മിക്ക ആളുകളും സംബന്ധം കൂടിയിരുന്നത് അച്ചിപ്പിള്ളമാരിൽ ആയിരുന്നു. നായർ എന്ന സർനെയിമുള്ള, കുറുപ്പ് എന്ന സർനെയിമുള്ള ഒരു അച്ചികളുമായും തിരുവിതാംകൂർ രാജകുടുംബത്തിലെ രാജാക്കന്മാർ സംബന്ധം കൂടിയിട്ടില്ല. വിവാഹം എന്നൊരു പ്രോസസ്സ് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ആരും തന്നെ ചെയ്തിട്ടില്ല. പട്ടും പരിവട്ടവും എന്നാണ് ഇതിൻ്റെ പേര്. ഒരു വെള്ളിപ്പാത്രത്തിൽ ഒരു കശവ് മുണ്ട് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടും. ചില സാഹചര്യങ്ങളിൽ രാജാവ് നേരിട്ട് ചെന്ന് കൊടുത്തുവിടും. ഈ സാഹചര്യങ്ങളിലൊന്നും, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ചടങ്ങുകളിലൊന്നും തന്നെ കൊട്ടും മേളവും ആഘോഷവും ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു കേവലമായിരിക്കുന്ന മുണ്ടുകൊടുപ്പ് രഹസ്യമായി നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. എന്നാൽ അടുത്ത ഭരണാധികാരി ആകേണ്ട വ്യക്തിയുടെ അമ്മ, അതായത് രാജാവിൻ്റെ സഹോദരിയുടെ വിവാഹം നടക്കുന്നത് വളരെ ആഘോഷപൂർവമായിരിക്കും. അത് മിക്കവാറും നടത്തപ്പെടുന്നത് കോയി തമ്പുരാക്കന്മാരിൽ നിന്നിട്ട് ആയിരിക്കും. പെൺവഴി തമ്പുരാക്കന്മാരെ ആൺവഴി കോയി തമ്പുരാക്കന്മാരാണ് സാധാരണ നിലയിൽ വിവാഹം കഴിക്കാറുള്ളത്. അത് വളരെ വലിയ ദിവസത്തെ ഒരു ചടങ്ങ് തന്നെയാണ്, വളരെ ആഘോഷമുള്ളൊരു ചടങ്ങ് തന്നെയാണ്. എന്നാൽ തിരുവിതാംകൂറിലെ രാജാക്കന്മാരൊക്കെ നടത്തുന്ന വിവാഹം എന്ന് ഈ നായന്മാർ തന്നെ പറഞ്ഞുണ്ടാക്കുന്ന പൊടവ കൊട അല്ലെങ്കിൽ സംബന്ധം പരിപാടിക്ക് യാതൊരുവിധ ആഘോഷവുമില്ല. ഒരു വിളക്ക് കത്തിച്ചു വെക്കും. അതിൻ്റെ മുമ്പിലേക്ക് ഈ സംബന്ധക്കാരിയായിരിക്കുന്ന അച്ചി വരും. അച്ചി എന്ന് പറയുമ്പോൾ പിള്ള അച്ചിയാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 3-4 അമ്മ വീടുകളുണ്ട്. ആ അമ്മ വീട്ടിലെ അച്ചിമാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ അച്ചിക്ക് മുണ്ടു കൊടുക്കുന്നു. അതോടുകൂടിയിട്ട് ഈ ചടങ്ങ് തീരുന്നു. അതേസമയം ആർഭാടപൂർവമായിരിക്കുന്ന വിവാഹമാണ് രാജകുമാരിക്കുള്ളത്. രാജാവിന് വിവാഹം എന്നൊരു ചടങ്ങേ ഇല്ല. ഒരു സ്ഥിരമായ ഒരു ലൈംഗിക പങ്കാളി എന്ന നിലയിൽ അച്ചിപ്പിള്ളമാരെ തിരഞ്ഞെടുക്കും. ഈ അച്ചിപ്പിള്ളമാരിൽ രാജാവിനുണ്ടാകുന്ന സന്താനങ്ങൾ ആൺ സന്താനമാണ് എങ്കിൽ അതിനെ തമ്പി എന്ന സർനെയിമിൽ അറിയപ്പെടും. പെൺ സന്താനമാണ് എങ്കിൽ അതിനെ തങ്കച്ചി എന്ന പേരിൽ അറിയപ്പെടും.